കാസർഗോഡ് 17-കാരിയെ പീഡിപ്പിച്ചതായി പരാതി. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി. പെൺകുട്ടിയുടെ അച്ഛനും അമ്മാവനുമടക്കം 3 പേർക്കെതിരെയാണ് കേസ്. കൗൺസിലിംഗിലാണ് സംഭവം പുറത്തായത്. KB ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, ആർക്കെല്ലാമെതിരെയാണ് പെൺകുട്ടിയുടെ പരാതി ഉയർന്നിരിക്കുന്നത്? ആരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്? അപർണ, 17 വയസ്സുകാരിയെ സ്വന്തം പിതാവും അതുപോലെ തന്നെ മാതൃ സഹോദരനും അതോടൊപ്പം നാട്ടുകാരനായ വിജയൻ എന്ന് പറയുന്ന ഒരാളും ഇത്തരത്തിൽ പീഡിപ്പിച്ചു എന്നതാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. അതായത് അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം. ഇതിൽ ഈ നാട്ടുകാരനായ വിജയൻ എന്നയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഈ സംഭവത്തിൽ 3 പോക്സോ കേസുകളാണ് അമ്പലത്തറ പോലീസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പോലീസ് പറയുന്നത് 10 വയസ്സുള്ളപ്പോഴാണ് ഈ പെൺകുട്ടി പിതാവിന്റെ അതിക്രമത്തിന് ഇരയായതെന്നാണ്. ഈ ഭയം കാരണം ഇത് ആരോടും പുറത്ത് പറഞ്ഞിരുന്നില്ല. ഈ കുട്ടി 2 വർഷം മുൻപാണ് ഈ മാതൃ സഹോദരന്റെ പീഡനത്തിന് ഈ കുട്ടി ഇരയായത്. ഈ കഴിഞ്ഞ മാസമാണ് വിജയൻ എന്നയാൾ, ഈ നാട്ടുകാരനായ ഒരാൾ, ഈ പീഡിപ്പിച്ചത്. ഇത് ഒരു കൗൺസിലിംഗിലാണ് ഈ കുട്ടി സംഭവം പുറത്തു പറയുന്നത്. എന്തായാലും ഇതിൽ മാതൃ സഹോദരനെയും അതോടൊപ്പം പിതാവിനെയും ഇപ്പോൾ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പോക്സോ കേസ് കൂടി അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ തന്നെ ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പരാതി പ്രകാരമാണ് ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കുട്ടിയെ വീട്ടിലെത്തിയ ഒരാൾ പീഡിപ്പിച്ചു എന്നാണ് കേസ്. ഈ സംഭവത്തിലും അമ്പലത്തറ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അപർണ, ബൈജു, ഇവർക്കെതിരെ മറ്റുള്ള പ്രതികളെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണവും നടക്കുന്നു. ഏതെങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? സ്ഥലം വിട്ടതായിട്ടുള്ള വിവരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? അപർണ, നമ്മൾ മനസ്സിലാക്കുന്നത് ഇയാൾ പോലീസ് വലയിൽ തന്നെ ഉണ്ട് എന്നതാണ്. ഇയാളെ പിടികൂടാനുള്ള ഊർജിതമായ ശ്രമം ഇപ്പോൾ പോലീസ് നടത്തുന്നുണ്ട്. അതായത് സ്വന്തം പിതാവും അതുപോലെ തന്നെ മാതൃ സഹോദരമാണ് ഇത്തരത്തിൽ പീഡിപ്പിച്ചതെന്നാണ് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഈ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം അത് ഒരു തരത്തിലും കുറയുന്നില്ല എന്ന് വേണം ഈ ഒരു സംഭവം തെളിയിക്കുന്നത്. ഏതായാലും ഈ സംഭവം വളരെ ഗൗരവമായി തന്നെയാണ് പോലീസ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഈ വിജയൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ഇനി പിതാവിനെയും മാതൃ സഹോദരനെയും കണ്ടെത്തേണ്ടതുണ്ട്. ഇവർ പോലീസ് വലയിൽ തന്നെ ഉണ്ട്. ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് അമ്പലത്തറ പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപർണ, KB ബൈജു വിവരങ്ങൾ നൽകി.